ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിക്കാഹിന് 9 ടെമ്പറേറ്റുമായിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ പിക്സറണ്ട് പറഞ്ഞ ആപ്പ് എടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിക്കാഹ് നാം ടെമ്പർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൽ പിക്ചേഴ്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ഈ 3 കുത്ത് ഉള്ളൊരു സംഭവം ഉണ്ടാവും. അവിടെ ഡൗൺലോഡ് ഇമേജ് എന്ന് കൊടുത്താൽ ഈ പിക്ചർ ഡൗൺലോഡായിട്ട് നിങ്ങളെ ഗ്യാലറിയിൽ ഉണ്ടാവും. അപ്പോൾ ഗ്യാലറിയിൽ ചെന്ന് നോക്കിയാൽ കാണാം. ഇതുപോലത്തെ ഞാൻ 2-3-4 പിക്ചേഴ്സ് ഇതിൻ്റെ മുന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് പിക്ചറാണോ ഡൗൺലോഡ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് അതെടുക്കാം. പിന്നെ ക്യാൻവ ആപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് A4 പേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നല്ല സുഖകരം. അപ്പോൾ ഇതാ ഇവിടെ ടൈപ്പ് ചെയ്യണം A4 പേപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ പേജിൽ നമ്മൾ A4 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് A4 പേജ് കിട്ടും. അപ്പോൾ A4 എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നെറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ പേജ് ഓപ്പൺ ആയി വരാൻ കുറച്ച് പ്രയാസം. അപ്പോൾ ഇതാ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ടെമ്പറേച്ചറിന് കൊടുത്തിട്ട് ഗ്യാലറിന്ന് കൊടുക്കുക. ഗ്യാലറിന്ന് കൊടുത്താൽ ഇതിൽ നിങ്ങളെ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ചർ ഏതാണെന്ന് വെച്ചാൽ ആ പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ പേജിൽ ടോപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇത് നിങ്ങൾ നീട്ടി കൊടുക്കുക. അപ്പോൾ ഈ A4 സൈസിലായിട്ട് വരും. A4 സൈസിലായിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കും രൂപത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതിൽ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യാം. അതിന് ടൈപ്പ് എന്നുണ്ടാവും. അവിടെ നല്ല കട്ടിയുള്ള എഴുത്തും കട്ടി കുറഞ്ഞ എഴുത്തും അങ്ങനെ എല്ലാം ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാർ നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ട്. അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ക്രാഫ്റ്റ് പരമായിട്ടുള്ള വീഡിയോസാണ് സെൻഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ A4ൻ്റെ ഫ്രെയിം എടുക്കുക. A4ൻ്റെ ഫ്രെയിമിന് നമ്മളിത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് A4ൻ്റെ ഇതിലാണ്. അപ്പോൾ ആ പ്രിൻറ്റ് നമ്മൾ A4ൻ്റെ ഫ്രെയിമിൽ വെക്കാൻ വേണ്ടി ഫ്രെയിമിൻ്റെ സൈഡിലുള്ള ഈ കമ്പി പോലത്തെ സംഭവങ്ങൾ നമ്മൾ നിവർത്തി കൊടുക്കുക. അത് നിവർത്തി കൊടുത്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് നമ്മൾ കട്ടൊക്കെ ചെയ്തിട്ട് ആ പേപ്പർ നിങ്ങൾ വെക്കുക. എന്നിട്ട് ഫ്രെയിം അമർത്തി വെച്ച് കൊടുക്കുക. ഫ്രെയിം അമർത്തി വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്രെയിമിൻ്റെ ആ ആണി തുറന്ന ഭാഗം അതേപോലെ അടിച്ചു വെക്കുക. അപ്പോൾ അടിച്ച് വെച്ച് പിന്നെ നിക്കാഹിന് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സാധനം കൊടുക്കണം. അപ്പോൾ ഒപ്പിടാൻ വേണ്ട പേന നിങ്ങൾ ഷോപ്പുകളിൽ ക്രാഫ്റ്റ് ഷോപ്പുകളിൽ ചോദിച്ചാൽ കിട്ടും. ഫെദൽസ് ഉള്ള പേന എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഫൈനൽ ലുക്ക് ഇതാണ്. ഒരു വീഡിയോയും ഉണ്ട്, അത് കണ്ടു നോക്കുക.